ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റഹ്മാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കട്ട്ലേറ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 4 ഉരുളക്കിഴങ്ങും 4 ബോൺലെസ് പീസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഈ കുക്കറിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു 7 പച്ചമുളക്, ഒരു കൂട് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കണം. 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രീൻ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില, ഇതെല്ലാമാണ് എടുത്തിട്ടുള്ളത്. ചിക്കനും ഉരുളക്കിഴങ്ങും ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 8 പീസ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്, നന്നായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴന്ന് കിട്ടണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെലൈക്കനിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. പേസ്റ്റാക്കി വെച്ച ഗ്രീൻ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മസാല നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുത്ത് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഉപ്പും കുരുമുളകും ചേർത്ത് അടിച്ചു വെച്ച മുട്ടയാണിത്. ഇങ്ങനെ ഓരോന്നായി നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി തിളച്ച എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 7 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന്
മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ രണ്ട് ഭാഗവും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വളരെ ടേസ്റ്റുള്ള ഒരു കട്ട്ലേറ്റ് ആണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.